നമസ്കാരം. എല്ലാ സി ഡി നെറ്റ് പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കായംകുളത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള വ്യക്തിത്വത്തെയാണ്. അദ്ദേഹം പുസ്തകങ്ങൾ 50ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കായംകുളക്കാർക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടിയും കാണുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ചേരാവള്ളി ശശി എന്നാണ്. എന്നോട് ഓണത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓണത്തിൻ്റെ പഴയകാല ചരിത്രവും പുതിയ കാലത്തെ ഓണവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ചില ചോദ്യവുമായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പ്രകാശിപ്പിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു കാലഘട്ടത്തിൽ പറമ്പുകളിലൂടെ നടന്നു പോവുക, ഈ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഓണമുണ്ട്. ഊഞ്ഞാലിടുക, അവിടെ കുറച്ച് കുട്ടികൾ കൂടി നിൽക്കുക, ഊഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട് 1 2 3 5 ഇങ്ങനെ എണ്ണത്തിൽ നിരത്തി നിർത്തുക. അതുപോലെ തന്നെ കുട ഊതൽ, അങ്ങനെ പല 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 പരിപാടികൾ. വീടിൻ്റെ പ്രദേശത്തൊരു ജാതി മത ചിന്തയില്ലാതെ എല്ലാവരും പങ്കെടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കതിൽ നിന്ന് ന്യൂ ജനറേഷൻ ഓണമാണ്. അതിനും വേറെ പേര് ഇനി വരുമായിരിക്കും. ഇന്ന് നമുക്ക് കാണുന്നത് അങ്ങനെയാണ്. അപ്പം പഴയ കാലത്ത് ഓർത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഓർമ്മകളെക്കുറിച്ചിട്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതിനെക്കുറിച്ചിട്ടൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അദ്ദേഹം ചോദിച്ച ചോദ്യം, പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഈ കാലഘട്ടത്തിന് ഏറ്റവും യോഗ്യമായ, വളരെ പ്രസക്തമായ, സംഗതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നൊരു കഥ മഹാബലിയും വാമനൻ്റെയും കഥയാണ്. പക്ഷേ ഈ പുരാണ കഥ, അതായത് മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളത് ഒരു പുരാണ കഥയിലും പറയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. മറിച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കാൻ ആവശ്യപ്പെടുകയാണ് മഹാബലി ചെയ്യുന്നത്. അങ്ങനെയാണ് ഭാഗവതത്തിലും ഭാരതത്തിലും അതുപോലെ രാമായണത്തിലും നാരദ പുരാണത്തിലും ഒക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുകയാണ്, ഒരിക്കലും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നില്ല. പിന്നെ ഈ ചവിട്ടി താഴ്ത്തുന്ന കഥ ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ, മഹാബലിയുമായിട്ട് എങ്ങനെ ഇതിന് ബന്ധം വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമാണ് ഉള്ളത്. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടുണ്ട്. മാവേലി നാടു വാഴുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളം പൊളിവചനമില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന. ഇത് എഴുതിയത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഓണാട്ടുകരക്കാരനാണ് എന്നാണ്. ഇത് എഴുതി ഒരു പക്ഷേ കായംകുളത്തുകാരനാകാം. അതിന് ആ പാട്ടിന് വലിയ പഴക്കമൊന്നുമില്ല. അതിന് ഏറി വന്നാൽ ഒരു 250-300 വർഷം. കാരണം അതിനകത്ത് റോസ്, അതായത് അത്തപ്പൂ അലങ്കരിക്കേണ്ടത് റോസ് പുഷ്പങ്ങളുണ്ട്. റോസ് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ആഗമനത്തിന് ശേഷമാണ് ഈ പാട്ടുണ്ടായെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അത് ഈ ശങ്കരൻ എന്ന് പറയുന്ന കവി, ഈ ശങ്കര വിരചിതമായ മാവേലി ചരിതം പാട്ട് എന്നാണ് ആ 100-300 ലൈൻസ് ഉള്ള ആ കവിതയുടെ പേര് തന്നെ. ആ പാട്ടിലെ വരികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനകത്ത് കായംകുളം ചേലയെപ്പറ്റി പറയുന്നുണ്ട്. കായംകുളം ചേലയെപ്പറ്റി അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. ഒരു സമയത്ത് ഈ കായംകുളം ചേല, അതായത് നമ്മുടെ ഈ കാഞ്ചീപുരം പട്ടു പോലെ, പോച്ചപ്പള്ളി സാരി പോലെ ഒക്കെ തന്നെ വലിയ പ്രാമുഖ്യമുള്ള ഒരു ബ്രാൻഡായിരുന്നു കായംകുളം ചേല. ആ കായംകുളം ചേല ചുറ്റി വേണം മഹാബലിയെ സ്വീകരിക്കാനെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്താണ് പറയുന്നത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന് ഈ മനുഷ്യൻ പറയുന്ന ഈ കഥയ്ക്ക്, ഈ ഒരു പാട്ടിന് വലിയ പ്രചാരമാണ് ലഭിച്ചത്. അതിനകത്ത് വരികൾ വളരെ ശ്രദ്ധേയമാണ്. ഞാനത് എനിക്കേറ്റവും ഓർമ്മയുള്ള 2-3 വരികൾ ഞാൻ പറഞ്ഞു. മാവേലി പോകുന്ന നേരത്തപ്പോൾ നിന്നു കരയുന്നു മാലോകരും, മാവേലി പോകുന്ന നേരത്തപ്പോൾ നിന്നു കരയുന്നു മാലോകരും,
ഖേദിക്ക വേണ്ടെൻ്റെ മാലോകരെ, ഓണത്തിന്നാൾ ഞാൻ എത്തുമല്ലോ, ഓണത്തിന്നാൾ ഞാൻ എത്തുമല്ലോ, ഓരാണ്ട് കഴിഞ്ഞാൽ ഓണമുണ്ട്, തിരുവോണത്തിന്നാൾ എത്തുമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഈ വളരെ പ്രജാക്ഷേമ തൽപരനായ ഒരു മാവേലി രാജാവെന്നുള്ളത് ഈ മനുഷ്യൻ്റെ ഒരു സങ്കല്പമാകണം. ഏറ്റവും വലിയ സോഷ്യലിസ്റ്റായിട്ടുള്ള, വളരെ സെക്കുലറായിട്ടുള്ള, വളരെ പ്രജാക്ഷേമ തൽപരനായ ഇന്നത്തെ ഏതൊരു ഭരണാധികാരിയും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ജനങ്ങളെ സ്നേഹിക്കണം, ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾ വളരെയധികം സ്വീകരിക്കും. അപ്പോൾ ഈ മഹാബലി എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അത് ഈ സദ്ഗുണങ്ങളുള്ളവരെ വെച്ച് ഉറപ്പിക്കത്തില്ല, അവരെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്താൻ, ഇരുട്ടിലേക്ക് മായ്ക്കാനേ ശ്രമിക്കത്തുള്ളൂ. ഇത് തന്നെയാണ് മഹാബലി എന്ന് പറയുന്ന ഈ ചക്രവർത്തി സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഒരിക്കലും പുരാണ കഥയുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. കാരണം പുരാണ കഥയിലെ മഹാബലി യാഗം നടത്തിയത് നോർത്ത് ഇന്ത്യയിൽ വെച്ചാണ്, നർമ്മദാ നദിയുടെ തീരത്ത് വെച്ച്, നർമ്മദാ നദിയുടെ ഭൃഗുകച്ചം എന്നൊക്കെ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ, അത് തന്നെ, നർമ്മദാ തീരത്താണ് ഈ യാഗമൊക്കെ നടക്കുന്നതായിട്ട് പറയുന്നത്. ആ കഥയുമായിട്ട് ബന്ധപ്പെടും. പക്ഷേ ഈ മനുഷ്യൻ, ഈ ശങ്കരൻ എന്ന് പറയുന്ന ഓണാട്ടുകരക്കാരനായ കവി, അദ്ദേഹത്തിൻ്റെ പാട്ട് എഴുതിയപ്പോൾ ആ പാട്ട് പിന്നീട് പുസ്തക രൂപത്തിന് ആയതാണ്. 100-300 വരികളും ഉണ്ട്. അതാണ് ആയപ്പോഴാണ് ഈ മഹാബലിയുമായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ള ഒരു സങ്കല്പം വന്നത്. ഇന്ന് ഇരുട്ടിലേക്ക്, പാതാളം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പോൾ നല്ല മനുഷ്യരെയൊക്കെ തന്നെ ഇരുട്ടിലേക്ക് താഴ്ത്തുന്ന ഒരു പരിപാടി എന്നും ഉണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പഴയ കാലത്തെ ഓണം ഇക്കാലത്തെ ഓണം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. റെഡിമെയ്ഡ് ഓണമാണ്. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ബേക്കറി പലഹാരങ്ങൾ, ബേക്കറി കാളൻ ഓലനും, ബേക്കറി പായസം, പിന്നെ കുശാലായി ഓണം ഇങ്ങനെ അത് വലിയൊരു സത്യമാണ്. അപ്പം ഈ ഓണം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റേതായിരുന്നു, പാവങ്ങളുടെ ആയിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം ആദ്യം പറഞ്ഞല്ലോ, പറമ്പിലൂടെ പോകുമ്പോൾ ഒരുതരം ഊഞ്ഞാലാട്ടം കാണാറുണ്ട്, പലതരത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ കാണാറുണ്ട്. അതാണ് വാസ്തവം. അപ്പോൾ ഈ വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു ഓണം. അപ്പോൾ അത് നാടൻ കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാടൻ, അതായത് തുമ്പിതുള്ളൽ പാട്ട്, അതുപോലെ തന്നെ ഇതാണ് നെല്ലെടുത്തിട്ട് നെല്ല് കുത്തുന്ന മുടി ഇങ്ങനെ, അതെ അത് തന്നെ. ആ ഒരു കളി ഉണ്ടായിരുന്നു അല്ലേ, ആ ഒരു നൃത്തരൂപമുണ്ട്, കൈകൊട്ടിക്കളി പാട്ടുണ്ടായിരുന്നു, തിരുവാതിര പാട്ട്, തുമ്പിതുള്ളൽ പാട്ട്, കുടമൂതുന്ന ഒരു സമ്പ്രദായം. ഇതെല്ലാം നാടൻ കലയുമായിട്ട് ബന്ധപ്പെട്ട്. നാടൻ പന്തുകളി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്ന് വസ്ത്രമെന്ന് പറയുന്നത് വളരെ അപൂർവമായിരുന്നു. അതുകൊണ്ട് ഈ ഏമാൻ കൊടുക്കുന്ന, ഉടമ ജന്മി കൊടുക്കുന്ന ആ ഓണക്കോടി എല്ലാവർക്കും, ഇത് സമത്വം ഉണ്ടായിരുന്നോ സാഹോദര്യം ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഞാൻ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ എനിക്ക് വളർന്ന ആളാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച പറയാം. ഓണം അടുക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ആളുകൾ അല്ല, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഈ കുലത്തൊഴിലുകാരുണ്ടായിരുന്നു. അവരെല്ലാം വരുമായിരുന്നു. അവരെല്ലാം അവരെല്ലാം ഞങ്ങളുടെ കൃഷിപ്പണിക്കാർ ആയിരുന്നു. അതിനകത്ത് ആശാരി വരുമായിരുന്നു, തവിയുമായിട്ടാണ് ആശാരി വരുന്നത്. അതാണ് ഈ ജാതി പറയുന്നത്, ആ ഒരു സൗകര്യത്തിന് പറയുന്നതേ ഉള്ളൂ, ആരും വാളെടുക്കരുത്. അപ്പോൾ അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കൊല്ലന്മാർ വരുന്നത്, പിച്ചാത്തി വെട്ടൂത്തി ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വരുമായിരുന്നു, കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് വരുന്നത്. പാണൻ വരുമായിരുന്നു, ഓച്ചറ കാളയുമായിട്ട് വരുന്ന പരിപാടി. ഇവർക്കെല്ലാം ഉണ്ടല്ലോ, എല്ലാവർക്കും നെല്ല് കൊടുക്കുമായിരുന്നു, പൈസ കൊടുക്കുമായിരുന്നു, ആഹാരം കൊടുക്കും. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ഇടങ്ങഴിയും നാഴിയിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജന്മി കുടിയാൻ കൂട്ടായ്മ ഈ ഓണത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ അതെല്ലാം പോയി അത് വേണമെന്നല്ല പറയുന്നത്. പക്ഷേ ആ കൂട്ടായ്മ, ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അതൊരു സമത്വചിന്തയാണോ എന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷേ അതൊരു കൂട്ടായ്മയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആശാരി മൂശാരി
അതുപോലെ കൊല്ലന്, തട്ടാന്, അതുപോലെ പറയാനെ പോലെ അങ്ങനെയൊക്കെയുള്ള എല്ലാവരും. എല്ലാ അന്നത്തെ കാലത്ത് അധസ്ഥിതരെന്നൊക്കെ കണ്ടിരുന്ന ആളുകളുമായിട്ട് ഈ ജന്മിക്ക് വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഓണക്കോടി കൊടുക്കുമ്പോൾ, പൈസ കൊടുക്കുമ്പോൾ, അരി, നെല്ലും അരിയും ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാത്രം ഇവർക്കും വയറ് നിറയത്തുള്ളൂ. അതിന് അപ്പോൾ അത് വലിയൊരു ഫാക്ട്. ഇന്ന് നമ്മളത് കാണുന്നില്ല. ഇന്ന് നമ്മൾ കാണാത്തതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളുടെ വീടുകൾ, നമ്മൾ അന്നത്തെ കാലത്ത് നമ്മൾ കൂട്ടുകുടുംബമായിരുന്നു. യെസ്, അതൊരു വല്ലാത്ത ഒരു സംരംഭം. അതെ അതെ. ആ കൂട്ടുകുടുംബത്തിൽ കുശുമ്പും കുന്നായ്മയും ഇല്ലായിരുന്നു. ഒരാൾ വേറൊന്ന് ചെയ്യുന്നതോ ഒരാൾ വേറെ മാറുന്നതോ ഒന്നും വിഷയമല്ല. അല്ല, അതൊരു വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. അതെ അതെ. ഇന്നെന്താ ചെയ്യുന്നത്? നമ്മൾ ചില ദിവസം ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുമ്പലത്തെ ദിവസം ആ വീട്ടിലുണ്ടാകുന്ന ആഹ്ലാദം ഇന്ന് ഹോട്ടലുകളിലേക്ക് മാറിയിരിക്കും. അത് വളരെ കറക്റ്റാണ്. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അതായത് കാറ്ററിംഗ് സർവീസുകാരാണ് ഇതിപ്പോൾ ഓണസദ്യ ഒരുക്കുന്നത്. ഉത്സവമാണ്. അതെ അതെ. അപ്പോൾ നേരത്തെ പായസമേളയും തിരുവോണ സദ്യയും ഒക്കെ അവിടെ പോകണ്ട. ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഫോണിനകത്ത് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നാളത്തെ തിരുവോണ സദ്യ എത്തുക. അതെ അതെ. അതിനുവേണ്ടി കാത്തിരിക്കുക. മറ്റേതകതല്ല. നമ്മുടെ വീടാന്തരങ്ങളിൽ രാത്രി ഉറക്കമില്ലാതെ ഈ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ തൊടുകറി വരെ ലാസ്റ്റ് ഉണ്ടാക്കുന്നത് വരെ ഈ അവിടെ ആഘോഷമാണ്. അതാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഓണത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ആ കാണിയും കളിക്കാരനും എല്ലാം ഒന്ന് തന്നെ. അവിടെ വേർകൃത്യമില്ല. പണ്ട് എന്നോട് ഒരു കവിതയെ പറയുന്നതല്ല, മനുഷ്യ ജീവിതം അങ്ങനെ തന്നെ. നമ്മൾ തന്നെ കളിക്കുന്നു, നമ്മൾ തന്നെ കാണുന്നു, നമ്മൾ തന്നെ കളിക്കുന്നു. അത് തന്നെ ആണ്. അല്ലാതെ ഒരു കാഴ്ചക്കാരനില്ല. നമ്മൾ എങ്ങനെയും ഓണമാകും. കാരണം മനുഷ്യ ജീവിതത്തിൽ അതുവരെയുള്ള സങ്കടങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ച് റിലാക്സേഷൻ്റെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു പ്രത്യേകത ഉണ്ട്. അന്നത്തെ ഒരു പ്രത്യേകത, അന്ന് ഈ ജീവകാരുണ്യം കുറേ കൂടെ ഉണ്ടായിരുന്നു. ഈ ഞങ്ങളുടെ വീട്ടിൽ കുറേ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ നല്ലൊരു കർഷകനും ഒക്കെ ആയിരുന്നു. ഈ പശുക്കളെയും ഒക്കെ തന്നെ കുളിപ്പിച്ച് ചന്ദനം വരത്തൊടിയിച്ച് കേട്ടോ, അവയ്ക്കെല്ലാം നല്ല സമൃദ്ധമായിട്ട് കച്ചിയും പുല്ലും ഒക്കെ അന്ന് കാടിയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവയ്ക്കും ഓണം ഉണ്ടായിരുന്നു. എന്തിനാ? ഈ ഉറുമ്പുകൾക്ക് ഈ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ 4 ഭാഗത്തുണ്ടല്ലോ ഈ പഴവും ശർക്കരയും വെക്കുമായിരുന്നു. കാരണം ജീവജാലങ്ങൾ കൂടെ ഭക്ഷിക്കണം, അവർക്ക് ഓണമുണ്ട്. അപ്പം പക്ഷേ ഇന്നാകട്ടെ, നമുക്കിവിടെ ഓണ ദിവസം വളരെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ വടക്കൻ സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് ഞാൻ കേട്ടിട്ടുണ്ട്. നോൺ ആണെന്നാ പറയുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ ഭാഗങ്ങളിലെല്ലാം പിന്നെ നോൺ വെജ് ഉപയോഗിക്കും. അതേസമയം ഈ അടുത്ത ദിവസം ഉണ്ടല്ലോ പിന്നെ ഔട്ടത്തിൻ്റെ അന്ന് എല്ലാം കാണും, എല്ലാ വിഭവങ്ങളും കാണും, ഇറച്ചിയും മീനും എല്ലാം. അത് സംഭവിച്ചു. പക്ഷേ തിരുവോണം പ്യുവർ വെജിറ്റേറിയൻ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. അതും മാറി വരുന്ന ഒരു സങ്കല്പമുണ്ട്. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓണം കൈയടക്കിയിരിക്കുന്നത് വിപണിയാണ്. അതെ, വിപണി തന്നെയല്ല ശശി സാറേ, ഇതിനകത്ത് ഭയങ്കരം ഇനി അങ്ങോട്ട് പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഈ കൂട്ടുകുടുംബത്തിൽ ഉള്ളവർ ആ കൂട്ടുകുടുംബത്തിലേക്ക് വരും. ഇത് മോളെ ഇന്ന ആളാണ്, ഇത് ഇന്ന ആളാണ്, ഇത് ഇന്ന ആളാണ്, ഇതാണ് നമ്മുടെ ബന്ധുക്കൾ. ഇന്ന് ഏത് വളർന്നു വരുന്ന മക്കൾക്കറിയാം ആരെയൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് അറിയാവുന്ന ആരുണ്ട്? ഇല്ല ഇല്ല. ആ ഒരു സമ്പ്രദായമേ നിന്നില്ലേ? പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇനിയുള്ള ഈ തലമുറ വരെ എനിക്ക് തോന്നുന്നു, ഇനി അടുത്ത തലമുറ വരെ ഭയങ്കര വ്യത്യാസമാണ്. ഇതാരാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാരണം ഒരു വീട്ടിലില്ലാതെ പോകുന്നു. മരണം 60 വയസ്സിന് മുന്നേ ആകുന്നു. ജീവിതം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യപ്പെടുന്നത് മേടിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടെയാണ് ഒരു ഓണം പോലും അന്നത്തെ ദിവസം കാണത്തില്ല. അതെ, സംശയം. ആ തരത്തിലേക്ക് പോയി. കാരണം വെച്ചാൽ പണം എവിടെ നിന്നുണ്ടാക്കുന്നു, പണം എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന അച്ഛൻ ഇത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റുന്നതും ചോദ്യം. ഇത് വീടാന്തരങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. 10, 2000, 3000, 5000 രൂപയുടെ ഡ്രസ്സില്ലാതെ ഇന്നത്തെ കാലത്ത് ഓണം ഒരുങ്ങത്തില്ല. അതേന്നെ, അതാണ് ഒരു വലിയ ഒരു പ്രത്യേകത. പക്ഷേ ഈ പറഞ്ഞത് വലിയൊരു സത്യമുണ്ട്. നമ്മുടെ
പഴയ കാലത്തെ അപേക്ഷിച്ച് ഈ കാലത്ത് ഒരുപാട് ഓഫീസുകളിലും ഒക്കെ പോലീസ് സ്റ്റേഷനിലും ഒരു ഓണാഘോഷം, അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാം ഒരു സൗഹൃദം ഉണ്ടാകുന്നു. ആ സൗഹൃദം എന്നും നിലനിൽക്കണമെന്ന് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകളെയൊക്കെ തന്നെ ഓൾഡ് ഏജ് ഹോമുകളിലും ഒക്കെ ആക്കുന്ന ഒരു പരിപാടി. അവർക്ക് അവിടെ ഉള്ളു ഓണം, വീടുകളിൽ ഓണം ആഘോഷിക്കുന്നില്ല. അവർക്ക് ഈ പറഞ്ഞു കൊടുക്കേണ്ട ഇത് അപ്പൂപ്പനാണ്, ഇത് അമ്മൂമ്മയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ. ഇപ്പം തിരുവല്ല ഭാഗങ്ങളിലും അല്ലെങ്കിൽ എന്തിനാ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്കറിയാം വലിയ വീടുകൾ, അവിടെ അതെല്ലാം അടച്ചിട്ടിരിക്കുക, ഒഴിഞ്ഞ് അവരുടെ വീട്ടുകാരെ സദനത്തിൽ കൊണ്ടാക്കുക, വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നു. എനിക്ക് വളരെ പരിചിതമുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ഒരു വലിയ അഭിനേതാവും കൂടെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ അറിയുന്നില്ലേ, അദ്ദേഹം ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ഗൈനക്കോളജിസ്റ്റായിരുന്നു. ഇവർ രണ്ടുപേരും മക്കളെ ഓൾഡ് ഏജ് ഹോമിലാക്കിയേക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മക്കൾ ഉടനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പറയുന്നു ഒന്ന് UK, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അമേരിക്ക, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, അല്ലെ UA, കാനഡയായി, UA ആയി, അല്ലെ ബോംബെ. പിന്നെ ഇവരുടെ ഒരു നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിരിക്കുന്ന ഈ ഒരു ജീവിത ശൈലി അതോടുകൂടി അവസാനിക്കുവാണ്. അതെ, പിന്നെ അതോടുകൂടി ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാടൻ പന്തുകളി. അതെ. പണ്ടൊക്കെ എല്ലാ പറമ്പുകളിലും ഞങ്ങളുടെയൊക്കെ കുട്ടികൾ, പിന്നെ കണ്ടങ്ങളിൽ ഈ ഓണം വരുന്ന വെയിൽ നല്ല ഉറച്ചു നിൽക്കുന്ന സമയങ്ങളിലോ നമ്മളെ കണ്ട കാലത്തോളം പന്തുകളിയല്ലായിരുന്നു. ഇപ്പൊ ഈ നാടൻ പന്തുകളിയൊക്കെ ഒരു ഐറ്റമാണ്. ആർക്കും അറിയത്തില്ല. ക്രിക്കറ്റ് കളിയെല്ലാം അപ്പുറത്ത് മാറി വട്ടുകളി പലതരത്തിലുള്ള കളികളുണ്ടായിരുന്നു. നാടൻ കളികള്, നാടൻ കലാരൂപങ്ങൾ, അതെല്ലാം തന്നെ നിഷ്ക്രമിച്ചു പോയത്, നിഷ്പ്രഭമായി പോയത്. എന്നിട്ട് പുതിയ ജെൻസിയാണ്, മറ്റേ ആൽഫയാണ്, ബീറ്റയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും യാതൊരു കഥയുമില്ല. പക്ഷെ എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. എല്ലായിടത്തും പഴയതിനെ അപേക്ഷിച്ച് എല്ലാ ഓഫീസുകളിലും, എല്ലാ സ്കൂളുകളിലും, എല്ലാ കോളേജുകളിലും ഒക്കെ തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ട്, അത്തപ്പൂക്കള മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തത്വം അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പം തന്നെ പൂക്കളം ഇടുന്നു. പൂക്കളത്തിന് വലിയൊരു തത്വമുണ്ടെന്നാണ് എൻ്റെ ഇടുന്നതിന് തത്വമുണ്ട്. ആ പൂക്കൾ തന്നെ പലതരത്തിലുള്ള പൂക്കളാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കൈയോട് കൈ ചേർന്ന് മെയ്യോട് മെയ് ചേർന്ന് ഇങ്ങനെ നൃത്തമാടുന്ന എല്ലാ ജാതി മതഭേദങ്ങൾക്കപ്പുറത്തായിട്ട് സ്ഥിതി സമത്വത്തെ നമ്മൾ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു നൃത്തമാടലാണ് വാസ്തവത്തിൽ ഈ പൂക്കൾ ചെയ്യുന്ന. പൂക്കളിനകത്ത് പല ഗന്ധങ്ങളുള്ള, പല നിറങ്ങളുള്ള, പല തലത്തിലും പെട്ട പൂക്കളാണ്. ഇതെല്ലാം ചേർന്ന് എല്ലാം അതിനകത്ത് ഏറ്റവും വലിയ എന്നെ ആകർഷിച്ചൊരു കാര്യം തുമ്പപ്പൂ എന്ന് പറയുന്നത്. തുമ്പപ്പൂ ഇടും. അപ്പോൾ തുമ്പപ്പൂവിന് അന്ന് മാത്രമാണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ തുമ്പപ്പൂ എന്ന് പറയുന്ന ഒരു കീഴ്ജാതിക്കാരനായിട്ട് അവഗണിച്ച അവനെ പുറത്താണ് അതെന്ന്. പക്ഷേ അവൻ്റെ പൂക്കൾക്ക് വലിയ പ്രാധാന്യം. തുമ്പപ്പൂ എന്ന് പറഞ്ഞാൽ വൈലോപ്പ ഞങ്ങൾ ശ്രീധരൻ ഒരു കവിത പോലും എഴുതിയിട്ടുണ്ട് ഈ തുമ്പപ്പൂവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ ആ തുമ്പപ്പൂവാണ് മഹാബലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ പൂക്കളം ഇടുമല്ലോ, ഈ പൂക്കളം ഇടുമ്പോൾ അത്തപ്പൂ ഇടുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു രൂപരേഖയുണ്ടോ? ഉണ്ട്. അതിവർ പാലിക്കുന്നുണ്ടോ? ഇടുന്ന ഒന്നുമില്ല. അവരിങ്ങനെ വേറൊരാളെ കാണുന്നു, വേറൊരാൾ അത്തപ്പൂക്കളം ഇടുന്നു, അതിനെ അനുകരിക്കുന്നു എന്നല്ലാതെ ഇതിന്റെ ആ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിനകത്തൊരു കേരളീയത ഉണ്ടാകണം എന്നുള്ള എൻ്റെ അഭിപ്രായം. ഈ അത്തപ്പൂക്കളം എന്ന് പറയുന്ന പരിപാടി അത് ഈ കേരളത്തിനും ഓണത്തിനും അല്ലാതെ വേറെ ഒരു രാജ്യത്തും ഞങ്ങളിടില്ല, അവരെ ആകർഷിക്കുന്നില്ല. അപ്പം കേരളീയത ഉണ്ട്. കേരള മഹിമ അതാണ് വാസ്തവം ചേർത്ത് പിടിക്കലിൻ്റെ ഒരു മഹിമ. അത് സമത്വത്തിൻ്റെ ഒരു മഹിമയാണ്. അത് പാരസ്പര്യത്തിൻ്റെ ഒരു മഹിമയാണ്, സാഹോദര്യത്തിൻ്റെ ഒരു മഹിമയാണ്. അപ്പോൾ അതിനകത്ത് ഭിന്നതയില്ല. അപ്പോൾ ആ പൂക്കളത്തിൽ
നമ്മൾ പിന്നെ അതുപോലെ നമ്മുടെ ഈ ആഹാര രീതിയിൽ പോലും ആ ചേർത്ത് പിടിക്കലുണ്ടാവും. കാരണം ഒരു തൂശനിലെ അങ്ങോട്ട് വെട്ടുന്നു. ഓണസദ്യയാണല്ലോ പ്രധാനം. അപ്പോൾ അതിനകത്ത് 100 കൂട്ടം കറികൾ, പല ഗന്ധമുള്ള, പല നിറമുള്ള, പല രുചിയുള്ള, പല ടേസ്റ്റുള്ള കറി, ഇവനെല്ലാം കൂടാണ് നമ്മൾ. അല്ലാതെ ഇന്നത്തെ പോലെ ഓരോ കിണ്ണത്തിൽ അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കുകയല്ല ചെയ്യുന്നത്, വിഭജിക്കുകയല്ല. അപ്പം അഖണ്ഡത തന്നെയാണ് സൂക്ഷിക്കുന്നത്. അഖണ്ഡത, അതാണ് അതിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. അതൊന്നും ഇങ്ങനെയുള്ള നമ്മൾ ഈ തത്വങ്ങൾ മനസ്സിലാക്കണം, പൊരുൾ മനസ്സിലാക്കണം. അതാണ്. അപ്പോൾ ഈ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നല്ലൊരു ഓണം ഈ പ്രാവശ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ആശംസ നേരുന്നു. എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. ഇത്രയും നേരം നല്ല രീതിയിൽ ഇതെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു ആൾക്കാരുടെ സംഭവമാണെന്നും ഇതെന്നാൽ പല മേഖലകളിലും പല തരത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം, എങ്ങനെയാണ് ഈ ചേരാവള്ളി ശശി എന്നുള്ള പേര് വരാൻ കാര്യം? ചേരാവള്ളി ശശി എന്ന് പറയുന്ന പേര് അത് ഞാൻ കോളേജിൽ പഠിച്ചു. ഞാൻ പ്രീ ഡിഗ്രി കാലം മുതൽ ഞാൻ എഴുതാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ ആദ്യമായിട്ട് ഞാൻ എഴുതിയ ഒരു കഥയാണ് പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ എന്ന് പറയുന്ന ഒരു കഥ. അത് കായംകുളത്തു നിന്ന് അക്കാലത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ന്യായവാദി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിലാണ് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ 1969 കാലഘട്ടത്തിൽ ഇത് വരുന്നത്. കോളേജ് വെച്ചായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുക. കോളേജിൽ സെക്കൻഡ് ഇയർ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. അന്ന് പ്രീ ഡിഗ്രിയാണ്. ഞാനും പഠിപ്പിച്ചുകൊണ്ടിരുന്ന അനേകം കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രീ ഡിഗ്രിക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ മോനൊക്കെ തന്നെ പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ച് കാരനായിരുന്നു. അപ്പം അന്ന് മുതൽ ആണ് ഈ ചേരാവള്ളി ശശി എന്ന പേര്. ചേരാവള്ളി എന്നുള്ളത് എൻ്റെ ഗ്രാമമാണ്, പ്രദേശമാണ്. പക്ഷേ അതിന് മൂലം ഒരുപാട് കുരിശ് നോക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് കുറച്ച് നാൾ പഠിപ്പിച്ചിരുന്നു, പിന്നെ ദീർഘകാലം കോട്ടയത്തും പഠിപ്പിച്ചു. അപ്പോൾ എൻ്റെ വീട്ടുപേരാണ് ഈ ചേരാവള്ളി. അവിടെ പോയി ചേരാവള്ളി എന്ന് പറഞ്ഞാൽ അവരൊരു പരിഹാസം ഒരു പേരായിട്ടാണ് അവര് കണ്ടത്. പക്ഷെ അതിന്റെ മഹിമ എന്താണെന്നുള്ളത് പിന്നെ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് ചേരാവള്ളി എവിടെയൊക്കെയായിരുന്നു പഠിപ്പിച്ചത്? ഒന്ന് കോട്ടയത്തും തിരുവനന്തപുരത്ത് പഠിപ്പിച്ചായിരുന്നു. കോട്ടയം നല്ല ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് എന്ന് പറയാവുന്ന 1815 ആരംഭിച്ച 1815 270 വർഷത്തിന് ബ്രിട്ടീഷ് എല്ലാം. പിന്നെ സായിപ്പന്മാരുടെ ഒരു പരമ്പര തന്നെ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ, ഗ്രേറ്റ് ഹാൾ എന്നാണ് അവിടുത്തെ ഓഡിറ്റോറിയത്തിൻ്റെ പേര്. സായിപ്പന്മാരായിരുന്നു ദീർഘകാലം അതിൻ്റെ ഭരണകർത്താക്കൾ, പ്രിൻസിപ്പൽമാരായിട്ടിരുന്നു. പിന്നെ 50കൾക്ക് ശേഷമാണ് മലയാളികളായ പ്രിൻസിപ്പൽമാർ തന്നെ വരുന്നത്. അവിടെ പഠിച്ചിരുന്നവരാണ് KR നാരായണൻ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്. അദ്ദേഹത്തെ നേരിട്ട് കാണാനും സംസാരിക്കാനും അന്നത്തെ കാലത്ത് അദ്ദേഹം പ്രസിഡന്റ് ആവുമെന്ന് നമുക്കറിയാമായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വികാരമായിരുന്നു. കാരണം അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അദ്ദേഹം ഈ ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 10-17 മൈൽ അകലെയാണ് ഉഴവൂർ. അവിടുന്ന് നടന്നു വന്നാണ് ഈ കോളേജിൽ പഠിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റായി നമുക്കൊരു അഭിമാനമായി മാറിയിട്ടുണ്ട്. നമുക്ക് അഭിമാനം. അദ്ദേഹത്തിന് അതുകൊണ്ട് വലിയൊരു വികാരമാണ് ഈ CMS കോളേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ KPS മേനോൻ, ഇന്ത്യൻ അംബാസഡറായിരുന്ന KPS മേനോനെ, വലിയ ചരിത്രകാരനും ഇന്ത്യൻ അംബാസഡറായിരുന്ന KM പണിക്കർ, സർദാർ KM പണിക്കർ, പിന്നെ അങ്ങനെയുള്ള നമ്മുടെ ജസ്റ്റിസ് KT തോമസ് വരെ ഒരുപാട് നമ്മുടെ വേളു കൃഷ്ണൻകുട്ടി ആയാലും NN പിള്ളയായാലും വൈക്കം ചന്ദ്രശേഖരനായാലും EV കൃഷ്ണപിള്ളയായാലും CS സുബ്രഹ്മണ്യം പോറ്റി ആയാലും ഒരുപാട് സാഹിത്യകാരന്മാരുടെ പരമ്പര തന്നെ എനിക്ക് പറയാം. ഉമ്മൻചാണ്ടി അടക്കം പഠിച്ചത് CMS കോളേജിലാണ്. അപ്പോൾ വലിയൊരു പാരമ്പര്യവും പഴക്കമുള്ളൊരു കോളേജിൽ എൻ്റെ ഒരു ഭാഗമാകാനായിട്ട് ഒരു ബിന്ദുവെങ്കിലും ഒരു ബിന്ദു, അതെ ഒരു തുള്ളിയെങ്കിലും ഒരു തുള്ളി അത് ആകാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സമയം ഞാൻ 50ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വിവിധ മേഖലകളിലുള്ള പുസ്തകങ്ങളാണ്. 12 പുസ്തകങ്ങൾ കവിതകൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു രംഗം കവിതയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. അതായത് വലിയൊരു നർത്തകനാണ് ഓച്ചറ ശങ്കരൻകുട്ടിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 10-25,000 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത മാസമാണ് അതിൻ്റെ അവാർഡ് വിതരണം. പിന്നെ ഇദ്ദേഹമാണ് ജയകുമാർ IAS, അദ്ദേഹമാണ് അത് തരുന്നത്. പ്രൊഫസർ MG ശശിഭൂഷൺ മുഖ്യ പ്രഭാഷകനാകും.
ഇപ്പം ഞാനിങ്ങനെ കുറേ ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ആ ജീവചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ KS ജോർജിൻ്റെ ജീവചരിത്രം ഞാനല്ലാതെ KS ജോർജിൻ്റെ ജീവചരിത്രമുണ്ട്, ഞാൻ എഴുതിയ പുസ്തകം. അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത. മുതുകുളൻ രാഘവൻപിള്ളയുടെ ജീവചരിത്രമുണ്ട്, ആ ആ ആ തോപ്പിൽ ഭാസിയുടെ ജീവചരിത്രമുണ്ട്, ആ ആ SL പുരം സദാനന്ദൻ്റെ ജീവചരിത്രമുണ്ട്. അതെ 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 അതെ. അഴകത്ത് പത്മനാഭക്കുറുപ്പ് എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ ഒരു മഹാകവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് 2 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേറെ ആരും എംഫിൽ തീസ് എല്ലാം നമ്മുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. എല്ലാത്തിൻ്റെ ഓരോ കോപ്പികളിലും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ തന്നെ ഇതൊന്നും പിന്നെ നാളത്തെ തലമുറയ്ക്ക് വേണോ വേണ്ട എന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ എൻ്റെ ഒരു കടമ നിർവഹിക്കുക ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അത് ആദ്യമായിട്ട് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് 2016-17 കാലഘട്ടത്തിൽ ഞാനായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഞാൻ നോവൽ എഴുതി. ഈ ആകാശം എന്ന് പറയുന്ന ആ നോവലെ കലാകൗമുദിയിൽ സീരിയലൈസ് ചെയ്തുകൊണ്ട് വന്നു. അതിനുശേഷം ചിന്താ പബ്ലിക്കേഷൻ ഇപ്പം 4 ഇംപ്രഷൻ കഴിഞ്ഞു. മുംബൈ നടന്ന വേലായുധൻ എന്ന പേരിലാണ് അത് പുസ്തകം ഇറങ്ങുന്നത്. പിന്നെ ഞാൻ ഓണാട്ടുകരയിലെ വേറൊരു വീരനുണ്ടായിരുന്നു, ഒരു പറയ സമുദായത്തിൽപ്പെട്ട അവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾ, ചെങ്ങന്നൂർ കുഞ്ഞാതി. ആ ചെങ്ങന്നൂർ കുഞ്ഞാതിയുടെ ഒരു ബാലഡ്, ഒരു പിന്നെ നാടൻ പാട്ടുണ്ടായിരുന്നു. ആ നാടൻ പാട്ടിനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു നോവലാക്കിയിട്ടുണ്ട്. അതും ആ പാട്ട് സഹിതം ഞാൻ ആ നോവൽ തന്നെ അമേരിക്കയിലെ ഒരു മാഗസിനിലൂടെ വന്നു, വേറെ ഒരു ഓൺലൈൻ മാഗസിനിലൂടെ വന്നു. അങ്ങനെ അതിനൊക്കെ ചെറിയ പ്രശസ്തി കിട്ടി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായോ എന്നെനിക്ക് സംശയം. എന്തായാലും അതും ചിന്താ പബ്ലിക്കേഷൻസിൻ്റെ ഉണ്ട്. പിന്നെ ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാദേശിക ചരിത്രം, അത് ഓണാട്ടുകരയുടെ ചരിത്രം എഴുതാൻ കഴിഞ്ഞു. ഇപ്പം 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ഓടനാടിൻ്റെ ഉൾത്തുടുപ്പുകൾ എന്ന് പറയുന്നത് 2007 ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അത് എഴുതിയത്. ഓണാട്ടുകാരെക്കുറിച്ച് അത് എൻ്റെ ഒരു നാടിൻ്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ എഴുതിയ. നമ്മുടെ നാടെന്ന് പറയുന്നത് വലിയ സാംസ്കാരിക പൈതൃകമുള്ള ചരിത്രമുള്ള ഒരു നാടാണെന്ന് ലോക ജനതയെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതിയ ഒരു നമ്മൾ കായംകുളത്ത് എന്ന് പറയുന്ന വലിയൊരു അതൊന്നും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. കായംകുളം എന്ന് പറഞ്ഞാൽ കായംകുളം മുനിസിപ്പാലിറ്റി പോലും അല്ല ഞാൻ പറയുക, കായംകുളം മുനിസിപ്പാലിറ്റി പോലും ഒന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വസ്തു കണ്ടെത്തി വിശാലമായ ആ ഓഫീസുകളിലും മറ്റിരിപ്പിടങ്ങളിലും ചെന്ന് അവിടുത്തെ ഓഫീസേഴ്സിനെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നാൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. ഈ ഓണാട്ടുകരയ്ക്ക് ഇത്രയും ബന്ധമുണ്ടെന്നോ ഓണാട്ടുകര ഇത്രയും പ്രാധാന്യമുണ്ടെന്നോ അറിയാത്ത ഭരണാധികാരികളാണ് കായംകുളം മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത്. ഞാൻ പൊതുവായിട്ട് പറഞ്ഞത് അത് ഒരു പച്ച പരമാർത്ഥമായി പറയുന്നത്. ഇതൊക്കെ അവർ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇതിൻ്റെ ഭരണകർത്താക്കളെ ഇതെല്ലാം വലിയ ആവേശത്തോടെ നമ്മൾ ജയിപ്പിച്ച് വിടും. വലിയ പക്ഷേ അതിൻ്റെ നമ്മളിരിക്കുന്ന ആ കസേരയുടെ വിലയും ജനങ്ങളുടെ ആഗ്രഹങ്ങളും അതൊന്നും മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിഞ്ഞ് ഭരിച്ചാൽ അങ്ങനെയുള്ളവരെ ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു രാജാവിൻ്റെ കഥയാണ് മഹാബലിയുടെ. ഒരൊറ്റ ചോദ്യം, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാറ്റഗറിയിലുള്ള ചോദ്യം ഞാൻ ചോദിച്ചു. നമ്മൾ പണ്ടൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. എൻ്റെ പുസ്തകം അപ്പുറത്തോട്ട് കൊടുക്കും, അപ്പുറത്തെ പുസ്തകം അപ്പുറത്തോട്ട് കൊടുക്കും. എന്തെങ്കിലും ഒരു തെറ്റ് വന്നാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവം ഈ തൂഫാൻ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിപ്പോൾ ഇത്ര ആൾക്കാരെ സജ്ജീകരിച്ച കാര്യങ്ങൾ കായംകുളം എം.എസ്.എൻ കോളേജ്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കോളേജിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ പോകുന്ന സാഹചര്യം. എങ്ങനെ പോകുന്ന നമ്മൾ പോയൊരു ബഹുമാനത്തിലല്ല പോകുന്നത്. നമ്മൾ ഒരു അധ്യാപകരെ കണ്ടാൽ നമ്മൾ അവിടെ മുണ്ടിൻ്റെ കുത്താണെങ്കിൽ അതഴിച്ചിടും. പിന്നെ അധ്യാപകൻ സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ മാറി നിന്ന് ബഹുമാനിക്കും. അതേസമയം നമ്മുടെ അച്ഛനാ പോകുന്നെങ്കിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ ബഹുമാനിക്കും. ഇപ്പം മാതാ പിതാ ഗുരു ഇതൊന്നുമില്ലാത്ത ഒരു ദൈവത്തിന് തുല്യമായിരുന്നു പറഞ്ഞത്. മാതാപിതാ ഗുരു ദൈവമാണ്, ദൈവത്തിന് ഈശ്വരന് തുല്യമാണ്. ഇവരാരും അത് മൈൻഡ് ചെയ്യാത്ത ഒരു കാലഘട്ടം. നമ്മളൊന്നും ജീവിതത്തിൽ കേൾക്കാത്ത ഒരു കാര്യമുണ്ട്. മകൻ അമ്മയെ കൊന്നു. ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞിട്ട് എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ഈ മൊബൈൽ കൊടുത്തു. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കി. ഇൻ്റർനെറ്റ് കൊടുത്തു. ഇതെല്ലാം ഉപയോഗിച്ച് പഠിച്ചവർ അഡിക്റ്റായി. ഈ ഓൺലൈനിന് ഈ മൊബൈൽ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായി.
അതാണ് ഇപ്പോൾ ഒരു നടന്നു പോകുന്ന ഒരു അമ്മയുടെ മൊബൈൽ പിടിച്ചിരിക്കുന്നത്, നമ്മൾ ആ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന അടുത്ത കയ്യിൽ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലായിരിക്കും. നമ്മളറിയാത്ത കാര്യങ്ങൾ ആ മൊബൈൽ നമ്മൾ താഴോട്ടിട്ടാൽ ആ ലോക്ക് അടിക്കാൻ വരെ അവർക്കറിയാം. അല്ല, അത് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാര്യം. അവർക്ക് അവർ കണ്ടു വളരുന്നത്, നമ്മൾ കണ്ടു വളരുന്ന ലോകമല്ലല്ലോ. നമുക്കിവിടെ ടി വി ഒക്കെ നമ്മളെന്താ കാണാൻ തുടങ്ങിയത്? അതെ അതെ, ഞാൻ ടി വി കണ്ട് 1986 ഏഷ്യൻ ഗെയിംസ്. അതാണ് വാസ്തവം. 86 ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോഴാണ്. അതെ, അന്ന് കെൽട്രോൺ എന്ന് പറയുന്ന ടി വിയാണ്. അതെ, നമ്മുടെ ബാപ്പാടെയൊക്കെ സുഹൃത്തായിരുന്നു. എൻ്റെ ബാപ്പ 93-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. നൈനാരിത്ത് മുഹമ്മദ് കുഞ്ഞ് എന്ന അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പുള്ളി കൗൺസിലറായിട്ടിരുന്ന ആളാണ്. പിന്നെ പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിൽ 35 വർഷം ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് ഒറ്റ ഇരിപ്പിലിരുന്ന ആളാണ്. തച്ചിരിയായിട്ട് വലിയ ബന്ധം, മോഹൻസാറുമായിട്ട് വലിയ ബന്ധം, തുണ്ടത്തി കുഞ്ഞുകൃഷ്ണപിള്ള ആയിട്ട് വലിയ ബന്ധം. എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ പുള്ളി മരിക്കുന്നിടം വരെ അധ്വാനമായിരുന്നു പുള്ളിയുടെ ജോലി. തൂമ്പ എടുത്ത് തടവെടുക്കാത്ത ഒരാളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് വഴക്ക് പറയും. എടാ, എപ്പോഴും നിങ്ങളൊക്കെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തോ വാപ്പിച്ച്, എടാ ഈ രോമം കിളിച്ച് നിൽക്കുന്നുണ്ടോ? ഈ രോമത്തിൻ്റെ അടിയിൽ കൂടെ വിയർക്കണം. വിയർത്താൽ നിനക്ക് കൊളസ്ട്രോളും ഉണ്ടാകത്തില്ല, മറ്റുള്ളതൊന്നും ഉണ്ടാകത്തില്ല. അധ്വാനം ഇല്ല ഇന്ന്. അതേ, അധ്വാനത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയാം. അധ്വാനത്തിൻ്റെ മഹത്വം കണ്ടറിഞ്ഞ തലമുറ നേരത്തെ. അതെ അതെ അതെ. അതിനകത്ത് വേറൊരു വ്യത്യാസമുണ്ട്. ബംഗാളികളെന്ന് പറയുന്ന ഈ ആൾക്കാർ ഈ നാട്ടിൽ വന്ന് ഇനി എനിക്ക് തോന്നുന്നതേ ഈ സംസ്ഥാനം ബംഗാളി സംസ്ഥാനമായി മാറുമെന്നുള്ള ഒരു പേടിയിലേക്ക് നമുക്ക് വേണ്ടല്ലോ. നമുക്കൊന്നും വേണ്ട. എങ്ങനെ ഇവർ ഈ പൈസ ഉണ്ടാക്കുന്നെന്ന് ഞാൻ ആലോചിക്കും. മോഷ്ടാക്കളുടെ എണ്ണം കൂടുന്നു, ഇടിച്ചുപറിക്കാരുടെ എണ്ണം കൂടുന്നു. നമ്മൾ കളികളെ പോലെ ഓണത്തിൻ്റെ കളികളെ ഇനി നാളെ കണക്കെടുപ്പ് എന്താണെന്നറിയോ? ഇവിടെ കായംകുളത്ത് എത്ര പേര് വെള്ളം അടിച്ചു, കരുനാഗപ്പള്ളിയിലാണോ ചാലക്കുടിയിലാണോ മത്സരിച്ചുള്ള വെള്ളം അടിക്കാൻ. ഇതിനകത്ത് സാറേ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, പിള്ളേർക്ക് കളിക്കാനും കളിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം ഈ കായംകുളത്ത് ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ടെന്നീസ് ആയാലും അതർ ഏത് സാധനങ്ങളായാലും അവർ വൈകുന്നേരം കനാലിൻ്റെ മുമ്പിലിരിക്കുന്ന അവസ്ഥ മാറ്റാൻ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞില്ലെങ്കിൽ കായംകുളം ഇതിൽ ഈ വലിയ പ്രശ്നത്തിലേക്ക് പോകും. സംശയമില്ല, ഒരു സംശയം. എവിടെയാ സ്പോർട്സ് രംഗത്തുള്ളത്? ഒരിടത്ത് പോലും ഇല്ല. ഇവിടെ എവിടെയാ ഒരു പ്ലേ ഗ്രൗണ്ട് ഉള്ളത്? അല്ല, ഇവിടെ പോലും ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ആ സ്ഥലം അത് സ്റ്റേഡിയം ആക്കാനായിട്ടൊക്കെ പ്ലാൻ. പക്ഷേ മുനിസിപ്പാലിറ്റി ഉണ്ട്. ഞാൻ പഴയ മുനിസിപ്പൽ ചെയർമാനോട് ചോദിച്ചു, ഇതെന്താ ശരിയാക്കുന്നത്? അതൊക്കെ വലിയ ചിലവുള്ള കാര്യമില്ല സാറേ. അതൊക്കെ വലിയ ഇതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുടെയൊക്കെ പേരെടുത്ത് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് പൊതു സ്വത്താ. അത് ആ ഒരു വിചാരം ഇവർക്കുണ്ടായാൽ മതി. ഇതൊരു പൊതു സ്വത്താണ്. ഈ ഓണത്തിന് കായംകുളം കമ്പോളത്തിലേക്ക് ഇറങ്ങി ചെന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ഓരോ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാരെ നമ്മൾ പറയാൻ, ആരെടുത്ത് പറയാൻ? ഈ ഏറ്റവും എളുപ്പം വേണ്ടത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക, ആ ഗ്രൗണ്ടിൽ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്നാൽ ഇവിടുത്തെ ഈ പറയുന്ന കഞ്ചാവിൻ്റെയും ഗുണ്ടാ മാഫിയകൾ ഇനി വളരത്തില്ല. അവരാ രംഗത്തേക്ക് പോകും. സംശയമില്ല. നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വന്നാൽ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചാൽ അടുത്ത കളിസ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടുകളേ ഇല്ലാതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചർച്ച വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം അതിന് മറുപടി പറയുകയും, ചേരാവള്ളി ശശി എന്ന് പറയുന്ന ആള്, ചേരാവള്ളി എന്ന് പറയുന്ന പേര് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് താമസിച്ചപ്പോൾ ആ വീടിൻ്റെ ഗേറ്റിലിട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചേരാവള്ളി ശശി എന്ന് അറിയുന്നത്. അതിലുപരി 50ഓളം പുസ്തകങ്ങൾ അദ്ദേഹം റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വായിക്കാനും അതുപോലെ തന്നെ അതൊക്കെ ഇവിടെ എല്ലാം കിട്ടില്ലേ, അതെല്ലാം കിട്ടും. അത് വായിക്കാനുള്ള ശേഷിയും ഒക്കെ ആക്കി മാറ്റുക. വരും തലമുറയെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആംബിയർ, ഒരു വിൽ പവർ നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഈ ഓണത്തോട് ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള
മംഗളകരമായിട്ടുള്ള ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.